ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. 2 ഇയേഴ്സ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ചേട്ടനൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സർപ്രൈസുകൾ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഷർട്ട് എടുക്കാനായിട്ട് ഞാൻ കല്യാണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെയ്ഡ് പ്രൊമോഷനാന്ന് വിചാരിക്കടി വാവേ. ഹലോ ഗായ്സ്, സോ ഞങ്ങളുടെ കല്യാൺ 99ലേക്ക് വന്നിരിക്കുകയാണ്. ചേട്ടനൊരു ഷർട്ട് നോക്കാനായിട്ട്. ആക്ച്വലി ഞാൻ ഈ ഷർട്ടാണ് എടുത്തത്. ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. ലെറ്റ്സ് സീ. സോ മോസ്റ്റ്ലി ഇവിടുത്തെ ഷർട്ട് ആണ് ചേട്ടൻ മോസ്റ്റ്ലി കല്യാൺ 99 എന്നല്ല, സുഡിയോ, മാക്സ് അവിടെ നോക്കിയാണ് എടുക്കാറ്. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. സോ അപ്പോൾ വെസ്റ്റ് ഫോർട്ടിലുള്ള തേങ്ങാബാഗ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ വന്നിട്ട് ചേട്ടന് ഇഷ്ടമുള്ളത് വെജ് സോ വെജ് ഫ്രൈഡ് റൈസ്, ഷെഷ്വാൻ വെജ് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ പനീർ സ്റ്റാർട്ടർ പോലെ പനീർ ഡ്രൈ ചില്ലി പനീർ ഡ്രൈയും അതേപോലെ തന്നെ മഷ്റൂം കറി മേടിച്ചു. അങ്ങനെ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് മറ്റേ പാൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞങ്ങളൊന്ന് അവിടുത്തെ മേടിച്ച് ട്രൈ ചെയ്തു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, കാരണം ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇത്തിരി കുറവായിരുന്നു. എന്നാലും പിന്നെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചി ഇങ്ങനെ ഓരോരോ തമാശകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ഞങ്ങൾ വീടെത്തി. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഓർത്തത് ക്യാൻഡിൽ മേടിച്ചിട്ടില്ല. സോ അപ്പുറത്തുള്ള ഒരു കടയിൽ വന്നിട്ട് ഞാൻ ക്യാൻഡിൽ അതേപോലെ വെഡിങ് ആനിവേഴ്സറിയുടെ മറ്റേ ഹാങ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് മേടിക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കേക്ക്. ഹായ് ഗായ്സ്, നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. കണ്ടു, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഡിന്നർ ഞാൻ സെറ്റ് ചെയ്യാം. ഡിന്നറാകുമ്പോൾ ചേച്ചി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഇഷ്ടമുള്ള ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്, മഷ്റൂം കറി, ദെൻ ഒരു സ്റ്റാർട്ടർ പോലെ ഒരു പനീറിൻ്റെ ഡ്രൈ മേടിച്ചിട്ടുണ്ട്. ചേട്ടൻ വന്ന് നോക്കട്ടെ, കാണിച്ചു ഗൈസ്. ചേച്ചി ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എൻ്റെ ആണല്ലോ. സോ ഞാനാണ് നന്നായിട്ട് വെൽ ഡ്രസ്സായിട്ട് നിൽക്കേണ്ടത്. സോ അമ്മേച്ചൊരു PhD സ്റ്റുഡൻ്റാണ്. PhD സ്റ്റുഡൻ്റാണ്. അല്ലേ ഐ എം സോ എക്സൈറ്റഡ്. ചേട്ടനങ്ങനെ എക്സ്പ്രസിങ് അല്ല. അതായത് ഇഷ്ടമായത് തന്നെ ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് കൊളാക്കുന്നൊരു ക്യാരക്ടറല്ല ശ്രീരാഗ് ചേട്ടൻ്റെ. സോ നമുക്ക് എന്തായാലും നോക്കാം. ഇതെന്തായാലും ചേട്ടൻ പ്രതീക്ഷിക്കില്ല എന്ന് തോന്നുന്നു ഇങ്ങനൊരു സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. സോ ഇപ്പോൾ ടൈം 10. Szechuan fried rice. I think this is mushroom and paneer. അപ്പോൾ എന്തായാലും കുറേ തല്ലുകൂട്ടങ്ങൾ, കുറേ പ്രണയം. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് മുന്നേ തന്നെ കുഞ്ഞു ബേബീനെ തന്നു, അമ്മിക്കുട്ടൻ. അവൻ ഉറങ്ങാണ്, അവനെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട്. This is my outfit. And I want to see
അവൻ ആരെന്ന് ആര് നിന്റെ മോനോട് പറ അത് വാ വാ അപ്പോൾ ഞങ്ങളിത് കേക്ക് കട്ടിങ്ങും അതേപോലെ നല്ല ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടത് ചേട്ടൻ എൻജോയ് ചെയ്തു. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷേ ചേട്ടൻ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ ഈ ക്യാൻഡിൽ അതേപോലെ ഫുഡ് ഇതൊന്നും ചേട്ടൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ഡ്രസ്സും ചേട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഷർട്ട് ഭയങ്കരമായിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണെന്നാണ് ചേട്ടൻ പറയുന്നത്, പക്ഷേ എനിക്കത് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അതിൻ്റെ മുകളിലുള്ള പാറ്റേൺ ആനയുടെ ആയതുകൊണ്ട് ചേട്ടൻ അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അതുകൊണ്ട് ടാഗൊന്നും അയച്ചൊന്നുമില്ല, പക്ഷേ ചേട്ടനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ചേട്ടൻ തരികയാണ്. ചെറിയൊരു ഗിഫ്റ്റായാലും വലിയ ഗിഫ്റ്റായാലും നമുക്കത് തരുന്ന ആളും അതേപോലെ തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇമോഷണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടൻ്റെ ഗിഫ്റ്റ്. ഒരു കൃഷ്ണനും കൂടി ഇതായിരുന്നു, റോസ് പെറ്റൽസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അത് ഡെക്കോർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയാമല്ലോ, കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ചേട്ടൻ എനിക്ക് ഇതാണ് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല, കൈ ചെയിൻ ആയിരുന്നു. സോ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ചേട്ടൻ വെറൈറ്റി എടുത്ത് തരുമ്പോൾ ഐ ഫീൽ സോ ബ്ലെസ്ഡ് അല്ലേ. അപ്പോൾ എത്രയോ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമുക്കത് കിട്ടുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് ചേട്ടന് കിട്ടിയത്. ഞങ്ങളുടെ കുറേ വഴക്കുകളും കുറേ പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു നിമിഷം വരുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഞങ്ങൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ഞങ്ങളത് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളത് എൻജോയ് ചെയ്ത് ഞങ്ങളത് അങ്ങനെ ഞങ്ങളുടെ ആ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ 2 years വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ, എനിക്കും ചേട്ടനും പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സന്തോഷിപ്പിച്ചു. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ രീതിയിലും അതേപോലെ ചേട്ടൻ്റെ രീതിയിലും അത് നന്നായിട്ട് ഞങ്ങളത് എൻജോയ് ചെയ്ത് ഞങ്ങളത് ട്രീറ്റ് ചെയ്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ സ്മോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വ്ളോഗുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവർക്കും ബൈ. ചിട്ടയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.